അസ്സലാമലൈക്കും. നമ്മളിന്ന് ദുറൂസ് അറബി മലയാളത്തിലെ രണ്ടാം പാഠമാണ് പഠിക്കുന്നത്. നമുക്ക് രണ്ടാം പാഠത്തിൽ പഠിക്കാനുള്ളത് ഒകാരം എന്ന ചിഹ്നത്തെക്കുറിച്ചാണ്. ഒകാരം എന്ന ചിഹ്നം ഇട്ടിട്ട് വരുന്ന വാക്കുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അലിഫിൻ്റെ മുകളിൽ ഒകാരം എന്ന ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ഓ എന്ന് വായിക്കും. അലിഫിൻ്റെ മുന്നിൽ ഒകാരം എന്ന ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ഓ വായിക്കും. അതുപോലെ ഒകാരം പ്ലസ് വാവ്, നമ്മൾ നേരത്തെ പഠിച്ചു ഏകാരത്തിന് നമ്മൾ നീട്ടാൻ കൊടുക്കുന്നത് യാ ആയിരുന്നു അല്ലേ. അപ്പോൾ ഒകാരത്തിന് നമ്മൾ കൊടുക്കുന്നത് ഓ എന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? വാവാണ് കൊടുക്കുന്നത്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം. ഏകാരം എന്ന ചിഹ്നത്തെ നീട്ടാൻ വേണ്ടി നമ്മൾ യാ ആണ് കൊടുക്കുന്നത്. അതുപോലെ ഒകാരം എന്ന ചിഹ്നത്തിന് നീട്ടാൻ വേണ്ടി വാവാണ് കൊടുക്കുന്നത്. അപ്പോൾ അലിഫിന് മുകളിൽ ഒകാരം വന്ന ഓ എന്ന് വായിക്കും. അലിഫിന് മുകളിൽ ഒകാരം പ്ലസ് വാവും വന്ന ഓ എന്നാണ് വായിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് എന്നുള്ളത് എങ്ങനെ എഴുതുക? അലിഫിന് മുകളിൽ ഒകാരം ഇട്ട ഓ, നൂനിന് സുക്കൂനും ഷെത്തും വന്ന ന. നൂന് എന്ന അക്ഷരത്തിന് ഷെത്തും സുക്കൂനും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വായിക്കുമ്പോൾ ന് എന്നാണ് വായിക്കുക. അതായത് നൂന് മാത്രമാണെന്നുണ്ടെങ്കിൽ നി എന്ന് വരും. അവിടെ പ്ലസ് ഷെത്തും കൂടി വന്നാൽ ന് എന്ന് വായിക്കും. അപ്പോൾ ഒരു അക്ഷരത്തിന് ചിഹ്നങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഉച്ചാരണ രീതിയും മാറും. അതുപോലെ അലിഫിന് ഒകാരം ചിഹ്നം പ്ലസ് വാവ് വന്നപ്പോൾ ഓല. ഓല നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകാം അല്ലേ. ഇത് ഒന്ന്, ഇത് ഓല. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ കാഫിന് നമ്മളിവിടെ ഒകാരം കൊടുത്തപ്പോൾ കൊല്ലം, ചൊല്ലി, ബൊക്ക, ബൊക്കെ, ബൊക്കെ, മൊത്തം, തൊലി, ബൊമ്മ. അതുപോലെ ഓ നീട്ടാനുള്ളതുപോലെ, അതായത് ഓ ചിഹ്നം വെച്ചിട്ടുള്ളതാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത് ഓ, ഇത് ഓ. ഓൻ്റെ ചിഹ്നം മലയാളത്തിൽ ദീർഘം വന്നാൽ അറബി മലയാളത്തിൽ വരുമ്പോൾ എങ്ങനെ വരും? ഒകാരം പ്ലസ് വാവ് വരും. ഇത് മനസ്സിലാക്കണം കേട്ടോ. കോലം കണ്ടോ? കോ എന്ന് എഴുതുമ്പോൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒകാരം കൊടുക്കുന്നുണ്ട്, വാവും കൊടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണത് ഓ ചിഹ്നം, അതായത് ഓ ചിഹ്നം മനസ്സിലാക്കണം കേട്ടോ. അതിൻ്റെ ഉച്ചാരണ ശൈലി മനസ്സിലാക്കിയാൽ മതി. കോലം, മോഹം, റോസ്, ദോശ, തോർത്തി, ജോലി. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അലിഫിന് ഒകാരം വന്ന ഓ എന്ന് വായിക്കും. ഒകാരം പ്ലസ് വാവ് വന്ന ഓ എന്ന് വായിക്കും. കൊല്ലം, ചൊല്ലി, ബൊക്കെ, മൊത്തം, തൊലി, ബൊമ്മ. അതുപോലെ ഓല് വരുമ്പോൾ കോലം, മോഹം, റോസ്, ദോശ,